IFFKയിൽ കേന്ദ്ര അനുമതി നിഷേധിച്ച മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ തീരുമാനം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. 19 സിനിമകളും നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രദർശിപ്പിക്കും. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. എന്തുകൊണ്ട് മധുബാൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സനസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനസ, നേരത്തെ സനസ സൂചിപ്പിച്ചിരുന്നു പ്രദർശനാനുമതി നിഷേധിച്ച 19 ചിത്രങ്ങൾ അത് സംസ്ഥാന സർക്കാർ വീണ്ടും പ്രദർശിപ്പിക്കും. പക്ഷേ ഇതിലെ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ട സമയപരിധി കഴിഞ്ഞു. അപ്പോൾ അതെന്നാണ് പ്രദർശിപ്പിക്കുക? മറ്റു വിശദാംശങ്ങൾ. അത് റീഷെഡ്യൂൾ ചെയ്ത വിവരങ്ങൾ ഇനിയിപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയായിരിക്കും. IFFK മീഡിയ സെല്ലുമായി അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ. അതിൻ്റെ സ്ക്രീനിങ്ങും മറ്റ് വിവരങ്ങളും അവരെ അറിയിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു വാർത്ത വന്നിട്ട് അല്പസമയമായിട്ടേ ഉള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നു പോകുന്നതേ ഉള്ളൂ. 19 ചിത്രങ്ങളായിരുന്നു ഇത്തരത്തിൽ റദ്ദ് ചെയ്തിരുന്നത്. മേളയിൽ പ്രദർശിപ്പിക്കാൻ അനുമതിയില്ലാതെ, എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയിരുന്നു. മിനിഞ്ഞാന്നും ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയ എല്ലാ ചിത്രങ്ങളും. ഇന്നലെ മാത്രം 9 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ തലേ ദിവസം 4 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ചിത്രങ്ങളൊക്കെ ഫലസ്തീൻ 36 അടക്കമുള്ള ഫലസ്തീൻ പാക്കേജുകളിലെ 6 ചിത്രങ്ങളിൽ പലതും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതൊക്കെ ഇനി റീഷെഡ്യൂൾ ചെയ്ത് മേളയിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ 19 ചിത്രങ്ങളും ഫലസ്തീൻ രാഷ്ട്രീയം പറയുന്ന, ലോകത്തെ വിവിധ സ്ഥലങ്ങളിലെ, പെറുവിലെ, റഷ്യയിലെ ഒക്കെ ഭരണകൂടത്തെ പറ്റി ചർച്ച ചെയ്യുന്ന, അവിടെ നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, ഭരണകൂട വിരുദ്ധതയെ ചർച്ച ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ഈ മേളയിൽ പ്രദർശിപ്പിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ സിനിമകൾക്ക് കൂച്ചുവിലങ്ങിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മുൻപ് കൽക്കട്ട ഫെസ്റ്റിവലിലും ഇതേപോലെയുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിച്ചിരുന്നു. എന്നാൽ അതിന് ഇതേ മറുപടി തന്നെയാണ് മമതാ ബാനർജി സർക്കാർ നൽകിയത്. അതേ മറുപടി തന്നെയാണ് കേരള സർക്കാരും ഇപ്പോൾ നൽകുന്നത്. ഏത് തരത്തിലുള്ള തിട്ടൂരമിട്ടാലും സംഘപരിവാർ അജണ്ടകൾ ഇത്തരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ പോലും എന്നാൽ അത് തടയും. അത്തരം തിട്ടൂരങ്ങൾ ഇവിടെ വാഴില്ല. അത്തരം നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമിക്ക് ഈ സിനിമകൾ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമകൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു സിനിമയും മുടങ്ങില്ല. കൂടാതെ ഇതുവരെ പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയ സിനിമകളൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ഒരു തീരുമാനത്തിൽ എത്താൻ സർക്കാർ എത്തണമെന്ന തരത്തിലായിരുന്നു പല സിനിമ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരും ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. കൂടാതെ തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഡോക്ടർ ബിജു അടക്കം, സിനിമാ മേഖലയിലെ ഡോക്ടർ ബിജു അടക്കം ഈ ഒരു വിഷയത്തിൽ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ എന്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഈ മേള നടക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല, എന്തുകൊണ്ട് ഈ ഒരു ഡമ്മി ആയിട്ട് ഒരു ചെയർമാൻ എന്തിനാണ് ചലച്ചിത്ര അക്കാദമിക്ക്, എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു ചെയർമാനെ നിയോഗിച്ചത്? ഈ ചെയർമാനെ നിയോഗിക്കുന്ന സമയത്ത് തന്നെ റസൂൽ പൂക്കുട്ടി തനിക്ക് വിദേശത്ത് പ്രൊജക്ട് ഉണ്ടെന്നും തനിക്ക് മേളയുടെ കഴിയില്ല എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതിലൊക്കെ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തി ഈ 19 സിനിമയും മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അജി.